പൊന്മുടിയിലുള്ള റൂട്ടിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും എന്ന് പറയുമ്പോൾ ഈ പൊന്മുടി നമുക്ക് ഇവിടെ നമ്മൾ ഈ ആനകളൊക്കെ ഉള്ള ഒരു ദേശത്തിലൂടെയാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊന്മുടിയിൽ ഈ കുറേ പേര് പൊന്മുടിയിൽ കണ്ടിട്ടില്ല. അപ്പോൾ ശരിക്കും കണ്ട് ആസ്വദിക്കണമെന്നാണ് ഞാനും പറയുന്നത്. ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. കുറച്ച് നമുക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഓരോന്നും നമുക്ക് അറിയാൻ പറ്റുക, കാണാൻ പറ്റുക. നമ്മൾ ഈ പൊന്മുടിയിലേക്ക് പോകുന്ന ആ മലയുടെ ഏറ്റവും ടോപ്പിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിമനോഹരമായുള്ള പ്ലേസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പലരും ചോദിച്ചിട്ടുണ്ട് പൊന്മുടി യാത്ര എങ്ങനെ ഇരിക്കുമെന്നതൊക്കെ. ഇപ്പോൾ ചിലരും ഇപ്പോഴും കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. എങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നത് തന്നെ. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ വീഡിയോ കാണണമെന്നാണ് ഞാൻ പറയുന്നത്. കുറേ പേര് ഏറെപ്പോരെ ഈ പൊന്മുടി യാത്രയിലൂടെയൊക്കെ കണ്ടിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നല്ല തണുപ്പും നല്ല അന്തരീക്ഷവും നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇടവുമാണ്. വന്ന് നോക്കണം. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കുറേ പേര് യാത്ര ചെയ്യാതിരിക്കുന്നവരുണ്ടാകും. പക്ഷേ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടാകും. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസൊക്കെ ഒന്ന് കാണണം. നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കണം. പിന്നെ നമ്മൾ വലിയ യൂട്യൂബറൊന്നുമല്ല, എങ്കിലും ചെറിയ യൂട്യൂബറൊക്കെയാണ്. എങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ട് ആസ്വദിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കുറേ വീഡിയോസിൻ്റെ ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോ യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊന്മുടി നമ്മുടെ അടുക്കലാണ്. അപ്പം നമ്മൾക്ക് ഇവിടെ പൊന്മുടി ചില ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് പൊന്മുടി എവിടെയാണ്, എന്താണ്, ഏതാണെന്ന്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോയെക്കുറിച്ചൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ ചെയ്യുക. ചിലപ്പോൾ കണ്ടവരുണ്ടാവും, എങ്കിലും കുഴപ്പമില്ല, കമൻറ്റൊക്കെ ഇടുക. ഹായ്, ഞാനിപ്പോൾ കുറച്ച് മുകളിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ നിന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ കുറച്ചുകൂടെ മാറി വന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ടോപ്പിൻ്റെ നമ്മൾ നേരത്തെ ടോപ്പിലെത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാണേണ്ടത് ഏറ്റവും നല്ല സൂപ്പറുള്ള നല്ല അടിപൊളി പ്ലേസാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ എന്താണ് ഞാനിപ്പോൾ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയ ആ വലിയൊരു അനുഭവം ഞാനിപ്പോൾ കാണിച്ചു തരാം. നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ താഴെയല്ല നിന്നത്. അപ്പോൾ ഞാനിപ്പോൾ ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ടോപ്പിൽ എനിക്ക് വന്ന ഒരു അനുഭവം എന്ന് പറയുമ്പോൾ ഇവിടെ നല്ല കാറ്റും നല്ല പ്രകൃതി, അത് കാണേണ്ട ഒരു രസമുണ്ട്. പാറകൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉരുണ്ട് വീഴും മാതിരിയാണ്. നമ്മൾ ഇതിൽ തന്നെ ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഭയം തോന്നിപ്പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറ നിൽക്കുന്ന ഏറ്റവും ടോപ്പിലേക്ക് എന്ത് നല്ല രസമെന്നറിയാമോ. ഇതിന് ഏറ്റവും മുകളിലേക്ക് നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഒരു കാഴ്ചയെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ പൊന്മുടി നമുക്ക് ഏറ്റവും നല്ലൊരു പ്രിയപ്പെട്ട ഒരു നാടാണെന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ ഇത്രയും ഒരുപാട് യാത്രകൾ കുറേയൊക്കെ ഞാൻ ചെയ്തു നോക്കി. പക്ഷേ എനിക്കിവിടെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു വൈബ് തോന്നിയത്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വല്ലാത്തൊരു ഭയം തോന്നും. ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇത്രയും ഒരു അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു വല്ലാത്തൊരു ഇത് തന്നെ നമുക്ക് ഈ
ഈ താഴേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭയം തോന്നുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. എങ്കിലും ഏറ്റവും വലിയൊരു ടോപ്പിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പൊന്മുടി കാണാൻ പറ്റുന്നതിന് ഏറ്റവും വലിയ ഭാഗ്യം. ടൂറിസ്റ്റുകളായാലും എല്ലാവരും എല്ലാ ഫാമിലീസൊക്കെ തന്നെ ഇവിടേക്ക് വരണമെന്നാണ് ഞാനും പറയുന്നത്. കാരണം ഒരുപാട് പേര് യൂട്യൂബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും അത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്കിവിടെ വന്നൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ വന്ന് കണ്ടു നോക്കണം. അപ്പോഴേ കുറേ പേര് നമ്മുടെ ജില്ലകൾ വിട്ട്, ട്രിവാൻഡ്രം ജില്ലകൾ വിട്ട് വേറെ ജില്ലകളിലുള്ള ആൾക്കാർ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്നത് എങ്ങനെ? പക്ഷേ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബിൽ ഈ വീഡിയോ ഇടുന്നത് തന്നെ. പക്ഷേ ഇത് കാണുക, ഇവിടെ വരിക, ഇവിടെ വന്ന് നമ്മുടെ ഈ പ്രകൃതിയെക്കുറിച്ച് നമുക്കിത് കാണുക.